ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വീട്ടിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേനും ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു, വയറ് കേടാവും എന്ന് പറഞ്ഞിട്ട്. ഇച്ചായൻ്റെ കൂടെ ആകുമ്പോഴത്തേനും ആ ഒരു പ്രശ്നമില്ല. ഈ ഒരു സാധനം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഓസ്തി എന്ന് പറഞ്ഞിട്ട് മേടിക്കുമായിരുന്നു. ഇച്ചായം കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഇത് വായിലിട്ട ഓസ്തി പോലെ അലിഞ്ഞു പോണൊരു സംഭവമാണ്. എൻ്റെ ജന ആൽഫ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചൊറോസ് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ വലിച്ചവൻ അങ്ങോട്ട് കയറ്റി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കൊടൈ ലേക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, ഒരു ലേഡി നടത്തുന്നതാണ്. സൂപ്പറായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, കൊടയിൽ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും ഇങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. ഇതിൽ ഓപ്പണാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ച് കഴിക്കാൻ അത്രയും മടിയാണ്. പക്ഷെ അല്ലാത്ത നമുക്കപ്പോൾ കുക്ക് ചെയ്ത് തരുന്നതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. ക്യാരറ്റും പൈനാപ്പിളും അതുപോലെ കോണും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അതുപോലെ മൂന്നാറിൽ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് ഓംലേറ്റും അതുപോലെ മാഗിയൊക്കെ വേറൊരു ഫീൽ തന്നെയാണ്. ഇതിൽ നമ്മളുടെ നോർമൽ മാഗി മസാല അല്ലാതെ എന്തോ ഒരു മസാലയും കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ദിസ് വാസ് ദി ബെസ്റ്റ് കേട്ടോ. ഇത് ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്ര തിരക്കാണ്. വീഡിയോസൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇവിടുത്തെ ഐസ്ക്രീം അതുപോലെ പേസ്ട്രീസും പയ്യൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ മീറ്റാപ്പാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വഴിയരികിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതും വാങ്ങിച്ചു തന്നു. അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു.